അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്നരുൾ ചെയ്തുകൊണ്ട് തിരുസക്രാരി ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വന്തം ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി പകർന്നു തന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെ വീണ്ടെടുത്ത് രക്ഷിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈ നിമിഷം നമുക്ക് ആരാധനാസ്തുതികൾ അർപ്പിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ചിന്തി ഞങ്ങളെ വീണ്ടും രക്ഷിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നലെയും ഇന്നും എന്നും ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ പാഠങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകില്ല, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നരുൾ ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മറ്റാർക്കും നൽകുവാനില്ലാത്ത സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സർവശക്തനും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ സ്വർഗീയ പിതാവേ, അങ്ങയെ ആരാധിച്ചു വണങ്ങാൻ ഞങ്ങളുടെ ലോകജനത്തിന് ലഭിച്ചിരിക്കുന്നു
യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവമകനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്ന് വാഗ്ദാനം ചെയ്ത പിതാവായ ദൈവമേ, അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ദിവ്യ നിമിഷങ്ങൾ അങ്ങയുടെ തിരുസാന്നിധ്യം അനുഭവിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയെ അധരം കൊണ്ട് ഏറ്റുപറയുക മാത്രമല്ല, ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് വണങ്ങി സ്തോത്രം ചെയ്യാം.
Yeah.
സുന്ദരമേ അങ്ങിമാരി ചാരുന ആരാധന 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 അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങൾ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗമുക്തനായിരുന്നത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവർ യേശുവിന്റെ കാലത്തിൽ സാഷ്ടാംഗം വിളിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരുടെ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിചാരണയല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവരോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനം. ഒരു നിമിഷം നിശബ്ദമായി വചനത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ യേശു നൽകിയ നന്മകൾക്ക് നന്ദി പറയാൻ വിട്ടുപോയ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് നമുക്ക് യേശുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് അവിടത്തോട് നന്ദി പറയാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നതിന് ഏറ്റു പറയാം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്താൽ സ്വർഗം വിട്ട് കിടക്കാൻ തിരുമനസ്സായ യേശുവാകാം. ഞങ്ങൾക്ക് എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക നൽകാൻ കാര്യങ്ങളിൽ പുറത്തു വീണ യേശുവാകാം. മാതാപിതാക്കളുടെ അനുസരണയിലും വിധേയത്തിലും ഞങ്ങൾ വളരുന്നതിന് വേണ്ടി അവസരത്താവിനും മാതാവിനും കീഴ്വഴി ജീവിച്ച യേശുവാകാം. വേദന അനുഭവിക്കുന്നവരോടും രോഗികളോടും കരുണയുള്ളവനായിരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വേദനിക്കുന്നവരെയും രോഗികളെയും സുഖപ്പെടുത്തിയ യേശുവാകാം. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവിതം അർപ്പിച്ച യേശുവാകാം. ക്രിസ്തീയ മാതാപിതാക്കളിൽ ജനിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, കുടുംബത്തിൽ നല്ല സംരക്ഷണവും ജീവിത സാഹചര്യങ്ങളും ഒരുക്കി തന്നതിന്, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല മാതാപിതാക്കളെ ഞങ്ങൾക്ക് നൽകിയതിന്, ഉദാശകൾ സ്വീകരിച്ച് നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം തന്നതിന്, നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തന്നതിന്,
വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയും നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. സകലരും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സർവസ്വവും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ എല്ലാം പുതിയൊരു ജീവിതങ്ങളായി മാറ്റുവാൻ, പുതിയ സൃഷ്ടികളാക്കി മാറ്റുവാൻ ഞങ്ങളുടെ പാപത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റി നിർത്തി അതിനെയെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവമേ, നിന്നെ മാത്രം തേടുന്ന, നിന്നെ മാത്രം ആശ്രയിക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളും ഞങ്ങൾ വായിക്കുന്ന വചനങ്ങളും ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതയാത്രകളിലൊക്കെ കർത്താവേ ഒരു പുതിയ സൃഷ്ടിയായി തീരുമാനം നിന്നിൽ ആഴപ്പെട്ടുകൊണ്ട് ഈ ജടിക പ്രവണതകളെയും ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, വിശ്വാസ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന ആ പിശാചിന്റെ അരൂപിയെ തകർക്കുവാൻ ഞങ്ങളുടെ വിശ്വാസ ജീവിതങ്ങൾക്ക് ശക്തി നൽകണമേ. സഭയുടെ പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്ന മാമോദിസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം, ജീവിതത്തിന്റെ കാരണവുമെല്ലാം ഈ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ദൈവമേ, ഈ വിളി സ്വീകരിച്ചിരിക്കുന്ന ഞാൻ എത്രമാത്രം ജീവിതത്തിൽ വിശ്വസ്തനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? ഈ വിളിയിൽ എത്രമാത്രം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്? മോഹം എന്ന ജീവിതത്തെ അലട്ടുന്ന പാപത്തിന്റെ മുമ്പിൽ പലപ്പോഴും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ അടിമപ്പെട്ടു പോകുന്നുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ശരീരത്തിന്റെ പ്രവണതകൾക്ക് മുൻപിൽ ശരീരങ്ങളുടെ സുഖങ്ങൾ തേടി ജടികമായ ആസക്തികൾക്ക് പിന്നാലെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട്. നിനക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട സമയങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് തിരിച്ചറിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവമേ, പലപ്പോഴും ജീവിതത്തിന്റെ ജടികാസക്തികൾക്ക് പിന്നാലെയും സുഖങ്ങൾക്ക് പിന്നാലെയും പോകുന്ന നിമിഷങ്ങളെയോർത്ത് ദൈവമേ ഞങ്ങൾ ദുഃഖിക്കുന്നു. ഒരു പൂർണ്ണമായ തിരിച്ചറിവ്, ഒരു പൂർണ്ണമായ തിരിച്ചുവരവ് ജീവിതത്തിൽ നൽകണമേ. ഈ ജടികമായ ആസക്തികൾക്ക് പിന്നാലെ തന്നെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഭക്ഷണാസക്തി, ഞങ്ങളുടെ ശരീരം പറയുന്നതിനോട് ശരീരം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിന്റെ പ്രവണതകൾക്ക് മുൻപിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ പലപ്പോഴും അടിമപ്പെട്ടു പോകുമ്പോൾ കർത്താവേ, അങ്ങേക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാനും അങ്ങേക്ക് വേണ്ടി ഉപവാസങ്ങൾ എടുക്കാനും അങ്ങേക്ക് വേണ്ടി പ്രായശ്ചിത്തങ്ങൾ ചെയ്യുവാനും ഒക്കെ ജീവിക്കേണ്ട സമയത്ത് പലപ്പോഴും ഈ ഭക്ഷണാസക്തിയുടെ പിന്നാലെ
കർത്താവേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഈ പാപങ്ങളോടൊപ്പം തന്നെ നമ്മെ അടിമപ്പെടുത്തുന്ന അലസത എന്ന പാപം, ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട സമയവും ദൈവത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ജീവിതവും പലപ്പോഴും അലസത മൂലം, മടി മൂലം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച പരിശുദ്ധപരമായ അധ്വാനിക്കുന്നവരും ഭാരമഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ ആശ്വാസം പകരാം എന്നരുളി ചെയ്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിനക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ തിരുസന്നിധിയിൽ ദൈവമേ, പുതിയൊരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമയം പാഴാക്കാതെ വിവേകത്തോടുകൂടി ഇരിക്കുവാൻ വചനം പറയുന്നുണ്ട്. വിവേകത്തോടുകൂടി തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ദൈവം ദാനമായി തന്ന ഈ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിന്റെ മുമ്പിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വചനപ്രഘോഷണമായിക്കോട്ടെ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കുടുംബജീവിതമായിക്കോട്ടെ, ശുശ്രൂഷാ ജീവിതമായിക്കോട്ടെ, ഏത് തന്നെയായാലും ഏത് ജീവിതാവസ്ഥയിൽ ഇരിക്കുന്നവരും അവരുടെ ജീവിതത്തിന്റെ സമയം എത്രമാത്രം തമ്പുരാന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അലസതയിലൂടെയാണോ കടന്നു പോകുന്നത്? തമ്പുരാന്റെ സന്നിധിയിൽ അനുതാപത്തോടുകൂടി ഈ പാപത്തിന്റെ മേഖലകൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്ന് ഈ ജീവിതത്തിന്റെ ജനിത പ്രവണതകൾക്കും ജീവിതത്തിന്റെ പാപത്തിന്റെ മേഖലകൾക്കും ഞാൻ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ നവീകരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി അനുദപിച്ച് പ്രാർത്ഥിക്കാം. നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലറിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി അൽത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലറിയാൻ ഞാൻ വരുന്നു. പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റിയിതാവരുന്നു, പാപങ്ങളും പാഴ്മോഹങ്ങളും ദൂരെയകറ്റിയിതാവരുന്നു. എനിക്കീശോമതി ഈ എട്ടാലയം, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. എനിക്കീശോമതി ഈ എട്ടാലയം, എനിക്കവനെ കാണാൻ കൊതിയാവുന്നു. തിരുവോസ്തിയായി അൽത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലറിയാൻ ഞാൻ വരുന്നു. നാളുകളേറെയലഞ്ഞു ഞാൻ ഭൂവിലൊരു സാന്ത്വനം തേടി, നാളുകളേറെ
കാത്തിരിക്കും. ഈ അത്താഴം മാത്രമേ അത്താണിയായുള്ളൂ. അവരുടെ യേശു കാത്തിരിക്കും. തിരുവോസ്തിയായി അൽത്താരയിലണയുമീശോയേ. നിന്നെ കാണുവാൻ കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലറിയാൻ ഞാൻ വരുന്നു. തന്നെ ഒറ്റുകൊടുത്ത സ്വന്തം ശിഷ്യനായ യൂദാസിനെ പോലും സ്നേഹിതരെ വിളിച്ച് ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നാം ആയിരിക്കുന്നത്. നമ്മുടെ തെറ്റ് എത്ര വലുതായാലും അവയെ നിസ്സാരവൽക്കരിക്കുകയും ന്യായീകരിക്കുകയും മറ്റുള്ളവരുടെ ചെറിയ കുറ്റങ്ങൾ പർവ്വതീകരിക്കുകയും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തെയോട് അനുദപിക്കാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി പുണ്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. മാനുഷികമായി ഒരാൾക്ക് സഹിക്കാവുന്നതിലപ്പുറം ക്രൂരമായ പീഡാസനങ്ങൾക്ക് വിധേയമായപ്പോഴും യേശു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്ത സ്നേഹകാരുണ്യമേ, ദൈവിക ചിന്തകളാൽ നിറയേണ്ടതായ ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് ശത്രുദോഷവും വെറുപ്പും ക്ഷമിക്കായ്മയും മാത്സര്യവും അഹങ്കാരവും അസൂയയും ജഡ്യാസക്തിയും വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തിയും ലോകാസക്തികളുമാണ്. യേശു വസിക്കുന്ന സത്താരിക്ക് തുല്യമായ ഞങ്ങളുടെ മനസ്സിനെ പല വിധത്തിൽ അശുദ്ധമാക്കിയതിനെയോർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി പുണ്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു.
എന്നിവയാൽ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ച ദൈവിക ചൈതന്യം ഞങ്ങൾ നഷ്ടപ്പെടുത്തി. എങ്കിലും ദൂർത്തപുത്രന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന നല്ല പിതാവിനെ പോലെ വത്സല പിതാവിന്റെ സ്നേഹത്തോടെ ഈ തിരുവോസ്തിയിൽ അങ്ങ് ഞങ്ങൾക്കായി കാത്തിരിക്കുന്നു. ക്ഷമാശീലനും വിനീത ഹൃദയനുമായ യേശുനാഥ, അങ്ങയെ ഒറ്റിക്കൊടുത്തവരോടും ഒറ്റപ്പെടുത്തിയവരോടും കുറ്റപ്പെടുത്തിയവരോടും ഉപദ്രവിച്ചവരോടും ഉപേക്ഷിച്ചവരോടും ക്ഷമിച്ച് സ്നേഹിച്ച അനന്തകാരുണ്യരെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി പുണ്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് വാതിൽ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിരവധിയായ ആവശ്യങ്ങൾ നമുക്ക് യേശുവിനോട് പറയാനുണ്ട്. അവിടെ നിന്നെല്ലാം നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പോലും അറിയുന്നവനാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നാം അവിടത്തോട് പറഞ്ഞാൽ മാത്രമേ അവിടുന്ന് ആരുടെ ജീവിതത്തിലും ഇടപെടുകയുള്ളൂ. അവിടുത്തെ പരസ്യജീവിതകാലത്ത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ച ആരെയും അവിടുന്ന് നിരാശരാക്കിയില്ല. നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ അവിടത്തോട് പറയാം. അവിടുന്ന് നമ്മോട് പറയുന്നു, പൂർണ്ണ വിശ്വാസത്തോടെ നീ ചോദിക്കുക, അവയെല്ലാം ഞാൻ നിറവേറ്റി തരും. നല്ല ഇടയനായ യേശുനാഥ, അങ്ങയുടെ സത്യസഭയിൽ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. വഴി സത്യം ജീവനുമായ യേശുനാഥ, ഞങ്ങളുടെ രൂപതയിൽ നയിക്കുന്ന ജോസഫ് കരിയ പിതാവിനെയും മറ്റു പിതാക്കന്മാരെയും അങ്ങയുടെ ആത്മാവിന്റെ വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. നിത്യപുരോഹിതനായ യേശുനാഥ, ഞങ്ങളുടെ വകയിൽ നയിക്കുന്ന ആന്റണി അച്ഛനെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തന്നെ ഭരണേൽപ്പിച്ചിരിക്കുന്ന അച്ഛനത്തെ ദൈവത്തിന്റെ വഴിയിൽ നയിക്കാൻ അച്ഛനെയും മറ്റു വൈദികരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം തന്നെയായ യേശുനാഥ, ഞങ്ങളുടെ വകയിലെ സന്യാസിനി സമൂഹത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേക്ക് ഉത്തമ സാക്ഷ്യം നൽകാൻ ഇവരെയും മറ്റ് സന്യസ്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. ഉത്തമ മതാധ്യാപകനായ യേശുനാഥ, ഞങ്ങളുടെ വകയിലെ എല്ലാ മതാധ്യാപകരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവർ വളരെ തീക്ഷ്ണതയോടെ അങ്ങയുടെ വചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള വലിയ കൃപ അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളുടെ പാലകനായ യേശുനാഥ, ഞങ്ങളുടെ വകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നസ്രത്തിലെ തിരുവിടുമ്പ് പോലെയാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, സദയം പ്രാർത്ഥന കേൾക്കണമേ.
മാറത് പൊൻകച്ചയണിയും കാണും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ സ്നേഹപിതാവേ, ഈ തിരുമണിക്കൂർ അങ്ങയോടൊപ്പമായിരിക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പാപരഹിതമായ ജീവിതം നയിക്കുവാനും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പാലിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നന്ദി അർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു പുതുവർഷം കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവുമായി കടന്നുവന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളുമായി ഇടപെടുന്നവരുമായി അങ്ങയുടെ ദിവ്യ സ്നേഹം പങ്കുവയ്ക്കുവാൻ കൃപയരുളണമേ. വരും നാളുകളിലെ അങ്ങേ ഞങ്ങളുടെ ഓരോ ദിവ്യബലികളും നല്ല പ്രവൃത്തികളും പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണാത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെക്കുന്നു. പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത അനാഥർക്കും രോഗികൾക്കും അനാഥ ആത്മാക്കൾക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ഒരു ദിവസം പോലും ഞങ്ങൾ പ്രാർത്ഥിക്കാതെയും ദിവ്യബലി അർപ്പിക്കാതെയും ഉണ്ടാകരുതേ. എന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുഹിതം നിറവേറ്റുവാൻ, മറ്റുള്ളവർക്ക് മാതൃക നൽകുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്